മൈൻഡ് സെറ്റ് മനോഭാവം, മാനസികാവസ്ഥ. എല്ലാവരും പറയും മനോഭാവം മാറിയാൽ, മൈൻഡ് സെറ്റ് മാറിയാൽ, മാനസികാവസ്ഥ മാറിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ മൈൻഡ് സെറ്റ്? മൈൻഡ് സെറ്റ് മാറുമ്പോൾ എങ്ങനെയാണ് ജീവിതം മാറുന്നത്? ജീവിതത്തെ എങ്ങനെയാണ് മനോഭാവം ബാധിക്കുന്നത്? വിജയ പരാജയങ്ങളെ എങ്ങനെയാണ് ഈ മനോഭാവം, മൈൻഡ് സെറ്റ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ലോകത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മളെ തന്നെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്ന ഒരുപാട് വിശ്വാസങ്ങളുടെ ഒരു കൂട്ടമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുക. അഥവാ മൈൻഡ് സെറ്റ് എന്നത് നമ്മുടെ ചിന്തകളെ, പ്രവർത്തനങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ എല്ലാറ്റിനെയും സാരമായി സ്വാധീനിക്കുന്ന, അല്ല എങ്കിൽ നിയന്ത്രിക്കുന്ന ഒന്നാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ധാരണ എന്താണോ, നമ്മളെ കുറിച്ച് നമ്മുടെ ധാരണ എന്താണോ, ചിന്ത എന്താണോ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളെ കുറിച്ച് തന്നെ, അതാണ് നമ്മുടെ ജയ പരാജയങ്ങളെ വിലയിരുത്തുന്നത്. വിജയത്തെയും പരാജയത്തെയും നിശ്ചയിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകളാണ്, നമ്മളെ കുറിച്ചുള്ള ധാരണകളാണ് എന്നർത്ഥം. അതുകൊണ്ട് നാം നമ്മളെ കുറിച്ച് എന്തു ചിന്തയാണ് വെച്ച് പുലർത്തുന്നത്, ഏതു തരം മൈൻഡ് സെറ്റാണ് നമ്മളെ കുറിച്ച് വെച്ച് പുലർത്തുന്നത് എന്നതാണ് പ്രധാനം. നമുക്ക് എല്ലാറ്റിനും കഴിയും, നമുക്ക് വിജയിക്കാൻ കഴിയും, എനിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയും എന്നതാണോ നമ്മുടെ ധാരണ? അതല്ലാതെ എന്നെ കൊണ്ടൊന്നും ഇനി അങ്ങനൊന്നും കഴിയില്ല, ഞാൻ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്നതാണോ നമ്മുടെ ധാരണ എന്ന് നാം പരിശോധിക്കണം. സ്വാഭാവികമായും മനഃശാസ്ത്ര വിദഗ്ധർ വിലയിരുത്തുന്ന ബേസിക് ആയിട്ടുള്ള രണ്ടു തരം മൈൻഡ് സെറ്റുകളാണ് ജീവിതത്തെ സാരമായി ബാധിക്കുന്ന രണ്ടു തരം മൈൻഡ് സെറ്റുകൾ. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, അഥവാ നമ്മുടെ കഴിവുകൾ, നമ്മുടെ എബിലിറ്റികൾ, നമ്മുടെ ടാലന്റുകൾ, നമ്മുടെ ഇന്റലിജൻസ് എല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ്. അതവിടെ ഫിക്സഡ് ആണ്. നമുക്ക് ലഭിച്ചത് ഇത്രയാണ് എന്ന ധാരണ നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ആ നിലവിലുള്ള ടാലന്റും നമ്മുടെ നിലവിലുള്ള ഇന്റലിജൻസും കഴിവുകളും മാത്രമാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, ഇതുമ്മ വരുന്നത് വരട്ടെ എന്ന ചിന്തയാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ ഉടമകളാണ്. എന്നാൽ അങ്ങനെയല്ല. തങ്ങളുടെ മുന്നിൽ ഒരു കാര്യം പുതുതായി വരുമ്പോൾ ഇതെനിക്കിപ്പോൾ അറിയില്ല, ശരി തന്നെയാണ്, പക്ഷെ ഞാൻ ശ്രമിച്ചാൽ ഇതെനിക്ക് കരഗതമാക്കാൻ കഴിയും. ഞാൻ എൻ്റെ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചും എൻ്റെ അറിവുകൾ വർദ്ധിപ്പിച്ചും ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുമൊക്കെ എനിക്ക് ആ അറിവ് നേടാൻ കഴിയും, ആ കാര്യം ചെയ്യാൻ കഴിയും, അത് കരഗതമാക്കാൻ കഴിയും എന്ന രീതിയിലാണ് നമ്മുടെ ചിന്ത എങ്കിൽ നമ്മുടേത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല എന്ന് മാത്രമല്ല, അവർ എന്നും പോകുന്ന ആ ഒരു പോക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ വേറെ ഡെവലപ്മെന്റുകളോ പുരോഗതികളോ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് നാം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആ ജോലിയൊന്നും എനിക്ക് കിട്ടാവുന്നതല്ല. എൻ്റെ അറിവുകൾ ഇത്രയല്ലേ ഉള്ളൂ, എനിക്കിതേ അറിയൂ, എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതൊന്നും എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പൊ നിലവിൽ എനിക്കുള്ള ബുദ്ധിയും എൻ്റെ കഴിവുകളും ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നത് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അതല്ലാതെ നമ്മൾ ആ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എന്തായാലും അപേക്ഷിച്ച് നോക്കാം, നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതല്ലേ, ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കൃത്യമായി, ആ ഓഫറിനെ നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യണം. മാത്രമല്ല എനിക്ക് എന്തെങ്കിലും കഴിവുകളുടെ കുറവുകളുണ്ട് എങ്കിൽ, എക്സ്പീരിയൻസിന്റെ കുറവുകളുണ്ട് എങ്കിൽ അത് പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും പുതിയ അറിവുകൾ നേടിക്കൊണ്ടും ആ കുറവുകളെ എനിക്ക് സാവധാനം നികത്താൻ കഴിയും എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതിനെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള, അതിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കണം. അത് കൃത്യമായി സമയമെടുത്ത് ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ്, അത് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്.
ഈ പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വിശ്വാസങ്ങളുടെ, നമ്മുടെ ധാരണയെ രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം വിശ്വാസങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ മൈൻഡ് സെറ്റ് രൂപകൽപ്പന ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഈ വിശ്വാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ചെറുപ്പകാലത്തിൽ, നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ, വളരെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സ്ട്രോക്കുകളിൽ നിന്നാണ്. അത് വളരെ പോസിറ്റീവ് എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്ട്രോക്കുകൾ നമുക്ക് ലഭിച്ചേക്കാം. അതു തന്നെ നാം വളരെയധികം നല്ല രീതിയിലുള്ള അപ്രിഷിയേഷൻ പോലും നമുക്കൊരു പക്ഷേ നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ചെയ്യാനുള്ള കാരണമായേക്കാം. ഉദാഹരണത്തിന്, നാം നല്ല ഒരു പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കുമായി നാം വീട്ടിലെത്തുമ്പോൾ രക്ഷിതാക്കന്മാർ നീ നല്ല മിടുക്കനാണ്, നിനക്ക് നല്ല ബുദ്ധിയുള്ളവനാണ്, നിനക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അതും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിന് കാരണമായേക്കാം. കാരണം ഞാനത്ര കഷ്ടപ്പെട്ടില്ല എങ്കിലും പഠിച്ചില്ല എങ്കിലും എന്നിലുള്ള കഴിവ് കൊണ്ട് എനിക്കിതൊക്കെ നേടിയെടുക്കാൻ കഴിയും, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടാതെ തന്നെ നേടിയെടുക്കാൻ ഇതിനൊക്കെ അർഹനാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ ഇവിടെ നമുക്കൊരു വളർച്ചയെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി അതിൽ ഫിക്സഡ് ആണ്, ഞാൻ അതിനൊക്കെ കഴിവുള്ള ഒരാളാണ് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ നല്ലവണ്ണം പഠിച്ചിരുന്ന കുട്ടി പിന്നീട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളുമായി കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കുന്നത്, രക്ഷിതാക്കന്മാരുടെ ഭാഷ, അവർ സംസാരിക്കുന്ന വൊക്കാബുലറി ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവനെ ഒരു കേമനായിട്ടും നമ്മളോട് പോലും പറയും, ഇവൻ 4ാം ക്ലാസ് വരെ നല്ല മിടുക്കനായിരുന്നു, നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, എല്ലാ വിഷയത്തിലും അവൻ ഉഷാറായിരുന്നു എന്ന്. അതിനുശേഷം അവൻ പഠിക്കുന്നില്ല എന്ന്. എന്നാൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അനുമോദിക്കുന്നത്, പ്രൈസ് നൽകുന്നതൊക്കെ വേറൊരു രീതിയിലാണ് എങ്കിൽ, ഉദാഹരണത്തിന് ഒരു മാർക്ക് വാങ്ങി വന്ന കുട്ടിയെ, അല്ലെങ്കിൽ വിജയിച്ചു വന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നെനിക്കറിയാം, നിങ്ങൾ എത്ര മിടുക്കനാകാൻ കാരണം ദിവസവും ദിനേന കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചത് കൊണ്ടാണ്, മാർക്ക് വാങ്ങിക്കാൻ കാരണം നല്ല രീതിയിൽ പഠനം നടത്തിയത് കൊണ്ടാണ്, രാപ്പകലുകൾ ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ മാർക്ക് വാങ്ങാൻ, ഇത്ര വലിയ മിടുക്കനായി സമ്മാനം വാങ്ങാൻ കാരണമായത് എന്ന് നമ്മൾ ആ വ്യക്തിയോട്, കുട്ടിയോട് പറയുകയാണ് എങ്കിൽ, അതിൽ നിന്ന് അവൻ മിടുക്കനാണ് എന്നതിനപ്പുറത്ത് തനിക്ക് മിടുക്കനാകാൻ കഴിയും. എങ്ങനെ? ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ടു പഠിച്ചാൽ എനിക്ക് മിടുക്കനാകാൻ കഴിയും, നല്ലവണ്ണം ഉറക്കം ഒഴിച്ചുകൊണ്ട് അധ്വാനിച്ചാൽ എനിക്ക് ക്ലാസ്സിലെ നമ്പർ 1 ആയി മാറാൻ കഴിയും, നല്ല കുട്ടിയായി മാറാൻ കഴിയും, മിടുക്കനായി മാറാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്തകളാണ് അതിലൂടെ ആ കുട്ടിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി കൂടുതൽ മിടുക്കനാകുന്നതിന് വേണ്ടി, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകും. ഇപ്പുറത്ത് നാം പറഞ്ഞത്, നീ ഓൾറെഡി നല്ല മിടുക്കനാണ് എന്ന് എനിക്കറിയാം, നിനക്ക് ഈ മാർക്ക് കിട്ടും, നീ ഇതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനുമോദിക്കുന്നതിന് പകരം, നീ അധ്വാനിച്ചത് കൊണ്ട്, പഠിച്ചത് കൊണ്ട്, നല്ലവണ്ണം പഠനം നടത്തിയത് കൊണ്ട് നല്ല മിടുക്കനാകാൻ കഴിഞ്ഞു എന്നത്, ആ മിടുക്കനാകുക എന്നത് ഫിക്സ് ആകാതെ, ആ മിടുക്കനാകാൻ അതിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അതിലൂടെ ആ കുട്ടിയിൽ വളരും. നമ്മൾ നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ കൊളീഗ് ആയാലും ആരായാലും ഒരു നല്ലൊരു പ്രോജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്ത വ്യക്തിയെ, എനിക്കറിയാം നീ നല്ല ടാലന്റ് ഉള്ള ആളാണ്, നല്ല മിടുക്കനാണ്, നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന അർത്ഥത്തിൽ നമ്മൾ പോസിറ്റീവായി അവരെ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മളറിയാതെ അവരുടെ മനസ്സിൽ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക്, ഞാൻ മിടുക്കനാണ്, ടാലന്റ് ഉള്ള ആളാണ്, എനിക്കൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ഒരു ധാരണ വളർത്താൻ കഴിയും. അതിനപ്പുറത്ത് നിങ്ങൾ വളരെയധികം ചിന്തിച്ചുകൊണ്ട്, വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട്, വളരെയധികം അധ്വാനിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ഈ പ്രോജക്റ്റിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ ഈ കമ്പനി, ഈ സ്ഥാപനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഇത് അവതരിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളെ അനുമോദിക്കുന്നു. അതോടൊപ്പം നിങ്ങളെടുത്ത എഫേർട്ടിനെ, നിങ്ങളെടുത്ത ഹാർഡ് വർക്കിനെ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. അതിന്റെ ഫലമാണ് നിങ്ങളുടെ ഈ അനുഭവിക്കുന്ന ഈ സക്സസ് എന്ന രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ അവർ പിന്നീട് വീണ്ടും
നല്ല ജോബുകൾ ഏറ്റെടുക്കാനും നല്ല പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനുമുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ മൈൻഡ് സെറ്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. മൈൻഡ് സെറ്റ് എന്നത് കേവലം എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയൽ മാത്രമല്ല, ഞാൻ മിടുക്കനാണ്, എന്നെ കൊണ്ടെല്ലാം കഴിയും എന്ന രീതിയിൽ എനിക്ക് ജന്മന ഇൻഹറന്റായി ഒരു മിടുക്കൻ എന്ന ഒരു ലേബൽ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കലും അതും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. പകരം എനിക്ക് ദൈവം ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും നൽകിയതുപോലെ എനിക്കും ഒരുപാട് കഴിവുകളും ടാലന്റുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിനെ ഞാൻ കൃത്യമായി കണ്ടെത്തി അതിനോ ഞാൻ ഹാർഡ് വർക്കോട് കൂടി എഫേർട്ട് ഇട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും, അച്ചീവ് ചെയ്യാൻ കഴിയും, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്ന ഒരു ചിന്ത സൃഷ്ടിക്കുന്ന, അതിൽ നിന്നുടലെടുക്കുന്ന മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അങ്ങനെ ഉടലെടുക്കുന്ന ആളുകൾ എവിടെയും പരാജയപ്പെടില്ല, അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകും. അവർ പരാജയത്തെ ഭയപ്പെടില്ല, അവരൊരിക്കലും തോറ്റുപോകുമോ എന്ന ഭയപ്പാടുണ്ടാകില്ല. ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാരൻ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാനിതിൽ കൂടുതൽ ചെയ്താൽ പരാജയപ്പെടും, ഒന്നും നേടാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ ചിന്തിച്ചുകൊണ്ട് പരാജയത്തെ ഭയപ്പെട്ടുകൊണ്ട് പുതുതായി ഒന്നും ചെയ്യാതെ ഉള്ള അവസ്ഥയെ അത് ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ടുള്ള ഒരു കളിയാണ് അവർ കളിക്കുക. നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പരാജയത്തെ പോലും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാണ്, എനിക്ക് ഉയരണമെങ്കിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ചേക്കാം, പരാജയം വിജയത്തിലേക്കുള്ള പടിവാതിലുകളാണ്, ഞാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരാജയം, ഞാൻ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം പ്രവർത്തിച്ച് അവരവരുടെ ജീവിതത്തിൽ പുതിയ സ്കില്ലുകൾ പഠിച്ച് അറിവുകൾ നേടി തൻ്റെ പ്രോജക്റ്റിന് തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കണ്ടെത്തി അത് അവരുടെ വിജയത്തിന്റെ കാരണമായി തീരും. അതുകൊണ്ട് നാം ഒരിക്കലും ഒരു ഫിക്സഡ് ആയിക്കൊണ്ട് എനിക്കിത്രയേ അറിവുള്ളൂ, എനിക്കിത്രയേ സമ്പത്തുള്ളൂ, എനിക്കിത്രയേ കാര്യങ്ങളുള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് വിചാരിക്കാതെ ഞാൻ ശ്രമിച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് കഴിയും, ഞാൻ ശ്രമിച്ചാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും, ഞാൻ ശ്രമിച്ചാൽ എനിക്കത് ചെയ്യാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നാം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നാം ഡെവലപ്പ് ചെയ്തെടുത്താൽ പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ കഴിയും. അതിനെ ഭയപ്പെട്ടുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ജീവിതത്തിൽ മുന്നിൽ വന്നുപെടുന്ന തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഒരാളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു പ്രശ്നത്തെ എങ്ങനെ ആള് സമീപിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഈ കോവിഡ് ഒക്കെ വന്ന കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചു. അവർ കോവിഡിന്റെ ലോക്ക്ഡൌണിനെയും ഒക്കെ പഴിച്ചുകൊണ്ട് അതൊരു ഫിക്സഡായി കണ്ടുകൊണ്ട് യാതൊരു കാര്യവും മുന്നോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വീട്ടിലടച്ചിരുന്നപ്പോൾ ഒരുപാട് ആളുകൾ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ട് ഇതിനെ മറികടക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന രീതിയിൽ മറ്റു പല മാർഗങ്ങളും നേടി ജീവിതത്തിൽ വിജയം കണ്ടെത്തിയ ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളല്ല നമ്മുടെ തടസ്സങ്ങളായി നിൽക്കുന്നത്, നാം അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിക്കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉന്നമനത്തിലേക്ക് നടന്നു പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു പോസിറ്റീവായ വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.